ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. ഇന്നിപ്പോൾ ഒരു ചെറിയ യാത്രയ്ക്ക് പോവുകയാണ്. ഒരു 3 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഓൺ ദ വേ ഷൂട്ട് ചെയ്ത് നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. മധുര വഴിയാണ് പോകുന്നത്. മധുരയ്ക്ക് ഇൻ ആൻഡ് അറൗണ്ട് മധുര ആൻഡ് ദിണ്ടിഗലാണ് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചൊരു 4-5 മണിക്കൂർ വേണം ബൈ കാർ ട്രാവലിംഗ്. പിന്നെ ഹൈവേ വഴി പോകാമെന്ന് വിചാരിക്കണം. കാരണം സ്ട്രെയിറ്റ് നമുക്ക് മധുരയുടെ അടുത്ത് എത്തണം. മധുര എത്തുന്നതിന് മുമ്പ് തിരുനെൽവേലിയിൽ നമുക്കൊരു സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് അവിടെ നിന്നായിരിക്കും. അതൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കടയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും സാരി വേണ്ട, ഇന്നത്തെ ദിവസം ഇത് മതി വിചാരിച്ചു. കാരണം എനിക്ക് 2 എപ്പിസോഡൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം, കാറിലിരുന്ന് വേണമെങ്കിലും ടോപ്പ് മാറിയാൽ മതിയല്ലോ, അങ്ങനത്തെ സൗകര്യം കിട്ടും. പിന്നെ ഏതെങ്കിലും ഹോട്ടലിൽ, നമ്മൾ മധുരയിൽ സ്ഥിരം താമസിക്കുന്ന ഹോട്ടലിലായിരിക്കും രാത്രി ചെക്ക് ഇൻ ചെയ്യുന്നത്. എന്നിട്ട് നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് പിന്നെ ദിണ്ടിഗലും ഒക്കെ കവർ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ദിവസം രാത്രി തിരിച്ചെത്തും. അങ്ങനെയാണ് എൻ്റെ പ്ലാൻ. 2 ദിവസം. ഓക്കെ, അപ്പോൾ യാത്ര തുടങ്ങാം അല്ലേ. ബാഗെല്ലാം പെട്ടി പെടുക്കുക എല്ലാം എടുത്ത് വെച്ചിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്തു. ഓൾ സെറ്റ് ഇൻസൈഡ് ദ കാർ. അപ്പോൾ യാത്ര തിരിക്കുന്നു. ഇപ്പോൾ സമയം രാവിലെ ഒരു 9 മണിക്കാണ് ഞാൻ ഇറങ്ങുന്നത്. ഓക്കെ, സാധാരണ ഏർലി മോർണിംഗൊക്കെയാണ് ഇറങ്ങുന്നത്. ഇന്നൊരു മാറ്റം. ഓക്കെ, അങ്ങനെ ഏകദേശം ഒരു 2.25 മണിക്കൂർ, 3 മണിക്കൂർ അടുപ്പിച്ചായിട്ടുണ്ട്. തിരുനെൽവേലിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കയറണം എന്ന് ആഗ്രഹിച്ച് വന്ന കടയുടെ ഫ്രണ്ടിലെത്തി. നമ്മ അടുപ്പാങ്കടേ, കറക്റ്റ് അല്ല കേട്ടോ, ഞാൻ ഒന്നുകൂടി കറക്റ്റ് പറയാം. പാങ്കട ഇതൊരു താച്ച്ഡ് ഓലമേഞ്ഞ ഒരു വലിയൊരു ഷെഡ് പോലത്തെ ഒരു കടയാണ്. ഇത് വളരെ ഫേമസ് ആണ് കേട്ടോ. ഇവിടെ ലേഡീസാണ് കൂടുതൽ. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഒരു PG പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണെന്നാണ് പറയുന്നത്. അവരുടെ പാഷൻ കൊണ്ട്, കുക്കിങ്ങിലേക്കുള്ള ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണെന്നും. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സമയമായി വരുന്നേ ഉള്ളൂ. 12 കാലമായിട്ടുള്ളൂ. കയറാം. ഇതാ ഓണറാണ് കലൈസെൽവി. You are a PG ME graduate. MA graduate. ME. Yes, Masters in Engineering. Oh wow. അത് ശരി. ഓക്കെ, എഞ്ചിനീയറിംഗിൻ്റെ മാസ്റ്റേഴ്സ് ഉള്ള ആളാണ്. ആൻഡ് ദിസ് ഈസ് ബിക്കോസ് ഓഫ് യുവർ പാഷൻ. യു ആർ Cooking is my passion. ഓക്കെ, സോ യു സ്റ്റാർട്ടഡ് ദിസ്. Yes. ഓക്കെ, ആൻഡ് എത്ര വർഷം? 6th year. 6th year. ഓക്കെ, വെരി ഗുഡ്. 6 വർഷമായിട്ട് ചെയ്യാണ്. ഒരു പാഷൻ കൊണ്ടാണ് ഇതിലേക്ക് വന്നതെന്ന് പറയുന്നത്. So your lunch starts from 12 to 4:30. Okay. ഇവിടെ നോൺ വെജ് വെജ് സെപ്പറേറ്റ് കിച്ചൺ. Yes. ഓക്കെ, 2 സെപ്പറേറ്റ് ആയിട്ടാണ് കിച്ചൺ ഉണ്ടാക്കുന്നത്. ആ സൈഡിൽ ഈ സൈഡിലായിട്ട് പുള്ളിക്കാരി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഇത്. ഓക്കെ, അപ്പോൾ ജോലിക്ക് എഞ്ചിനീയറിംഗ് ജോലിക്കൊന്നും പോയില്ലേ? ഇല്ല, കോളേജിൽ വർക്ക് பண்ணிருந்தேன். കോളേജിൽ ടീച്ചിങ് ആയിരുന്നു. ഓക്കെ, Engineering college. കോളേജ്. As ഓക്കെ. assistant professor. ഓ, But I feel this is so comfortable for me to manage both my profession as well as my family. oh, that's good. Yes. So I started this. Okay, the assistant with the help professor. of my Okay. husband as well as my mother-in-law. Okay, they supported you. Okay. Very supportive family. Okay. എന്തായാലും എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിട്ടും ഈ ഒരു ഫീൽഡിലേക്ക് ചൂസ് ചെയ്ത് വന്നതാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയിരുന്നു എന്നാണ് പറഞ്ഞത് എഞ്ചിനീയറിംഗ് കോളേജിൽ. എന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇതിലേക്ക് വന്നു. So I heard a lot about this. Oh, really? Yeah, really. For us to hear this. Thank you so much. Okay, and so let me have your special lunch. You have to. Non-veg. Yeah, Okay, wait. let's Wait for oh yeah, some no time. problem. Yeah. അടിപൊളിയായി പോയി കേട്ടോ. നമ്മൾ എനിക്കറിയായിരുന്നു ഇവിടുത്തെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഞാൻ വിചാരിച്ചു ആർട്സ് ആൻഡ് സയൻസിലെ PG ആണെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, എഞ്ചിനീയറിങ്ങിൻ്റെ ആണ്, ME ആണ്. എന്നിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സ്ഥാപനത്തിൽ. അത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇവർക്ക് സെപ്പറേറ്റ് എല്ലാ ലേഡീസാണ് കേട്ടോ. ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഹസ്ബൻഡും മദർ-ഇൻ-ലോയുടെ സപ്പോർട്ടോടുകൂടി സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ്. നല്ല തിരക്കായി തുടങ്ങുന്നു. ഇനി ഒരു 1 മണിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുന്ന പറഞ്ഞത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വളരെ എന്താ പറയുക, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പഠനം നന്നായിട്ട് ഒരു എന്താ പറയുക, ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ആ ഒരു
സംസാരത്തിലാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ടല്ല പറയുന്നത്, ഇപ്പം അവരുടെ ലാംഗ്വേജിലാണെങ്കിലും ആൾക്കാരുമായിട്ടുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി പഠിത്തമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എഡ്യൂക്കേഷൻ ഇസ് ഓൾവേസ് ഗുഡ്. പഠിത്തം ഇല്ലെങ്കിലും നന്നായിട്ട് ആൾക്കാരുമായിട്ട് പെരുമാറുന്ന ആൾക്കാരും ഉണ്ടല്ലോ. പക്ഷേ ചില സമയത്ത് അത് ചില കാര്യങ്ങളിൽ കുറച്ച് ഈ സംസ്കാരം എന്ന് പറയുന്നതും പഠിത്തവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. നമ്മൾ വളർത്തു ഗുണം എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ്. പക്ഷേ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ആൾക്കാരുമായിട്ട് കൂടുതൽ ഇപ്പം ഞാനിപ്പോൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, എനിക്ക് തമിഴ് അത്ര ഫ്ലുവൻ്റ് അല്ല, പക്ഷേ എന്നോട് കമ്മ്യൂണിക്കേറ്റ് അവർ കുറച്ചുകൂടെ ഈസിയായി. അവർക്ക് നമ്മളിത് ഏതിൻ്റെ കൂടെയും പറ്റുന്ന രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ എന്താ പറയുക, മോണോ ആക്റ്റൊക്കെ വഴിയാണെങ്കിൽ ആക്ഷനും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കുറച്ച് തമിഴും കുറച്ച് മലയാളവും കുറച്ച് ഇംഗ്ലീഷും എല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച്. എനിവേ ഇത് കൊള്ളാം. അപ്പോൾ ഇതിലിപ്പോൾ നോൺ വെജും ഫിഷ് ഫ്രൈ, ഫിഷ് കറി, എല്ലാ ടൈപ്പ് നോൺ വെജും കിട്ടുന്നതാണ് എൻ്റെ ഒരു അറിവ്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇലയിലെ ഊണാണ്. പക്ഷേ പുള്ളിക്കാരി തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അകത്ത്. അതാണ് ഇടയ്ക്ക് ഓടി വന്നതാണ്. ഇത് എന്താ പറയുക, പാഷൻ കൊണ്ട് മാത്രം തുടങ്ങിയതാണ്. കുറച്ച് വീട്ടുകാര്യങ്ങളും ഇതും ഒന്നിച്ച് മാനേജ് ചെയ്യാൻ കോളേജിലെ ജോലിയെക്കാട്ടി ഇതാണ് എളുപ്പമെന്ന് തോന്നിയിട്ടും ഇഷ്ടം കൊണ്ടും വന്ന് ഇങ്ങനെ സ്ഥാപനം തുടങ്ങി 6 ഇയേഴ്സായി. അപ്പോൾ നമ്മളിപ്പോൾ തിരുനെൽവേലിയിലാണ്. തിരുനെൽവേലി ടൗണിൽ എത്തിയിട്ടില്ല, അതിനെ കുറച്ച് ഔട്ട്സ്കർട്ട്സിലാണ് നിൽക്കുന്നത്. ഓൺ ദ വേ, ഓൾമോസ്റ്റ് തിരുനെൽവേലി ടൗൺ എത്താതെ. അപ്പോൾ ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് തിരക്കിൻ്റെ ഇടയിലാണ് കൊണ്ടുവരും ഭക്ഷണം. This is the non-veg kitchen. Yes. Okay. അപ്പോൾ ഇവിടെ നോൺ വെജ് ഐറ്റംസ് ആണ്. രക്തപ്പൊരിയൽ. രക്തപ്പൊരിയൽ. ഓക്കെ ഓക്കെ. ഗോഡ് ബ്ലഡ്, അതായത് നമ്മുടെ ആടിൻ്റെ രക്തം കൊണ്ടുള്ള പൊരിയൽ അത് ചെയ്യുന്നു. ആടിൻ്റെ ബ്ലഡ്. അപ്പോൾ ഇവിടെ എല്ലാ നോൺ വെജ് ഐറ്റംസും കിട്ടും. ഓൾ മട്ടൺ വെറൈറ്റീസ്, ഫിഷ് വെറൈറ്റീസ്, ചിക്കൻ, നാട്ടുകോഴി ആൻഡ് ബ്രോയിലർ ബോത്ത്. ഓക്കെ ഓക്കെ. അപ്പോൾ നാട്ടുകോഴിയുടെ പരിപാടികളും പല ടൈപ്പ് ഓഫ് ഐറ്റം ഉണ്ട്. പിന്നെ മറ്റേ ബ്രോയിലർ കോഴിയുടെ ഉണ്ട്. മട്ടൻ്റെ വെറൈറ്റീസ്. ഇത് നോക്കിയാൽ മട്ടൺ ബ്ലഡ് പൊരിയലാണേ. പിന്നെ ഇതിൽ ബ്രെയിൻ ഫ്രൈ ഉണ്ടാക്കാമോ? ഓക്കെ. യുവർ ഡോട്ടർ മക? ഓക്കെ. ശരി. She is much more interested. She is also interested in cooking. Right, very good. ചെറിയ മോള് വന്നിട്ടുണ്ട് ഇവിടെ. Due to gas shortage, we are using firewood. Okay. That's why there is sort of yeah. ഇവിടെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ ഇപ്പം. നമുക്കിങ്ങനെ ഒരു എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലും എവറിബഡി ഈസ് ഹാവിങ് ദിസ് പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് അവർ ഫയർവുഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മാത്രം കുറച്ച് മിനിമം അല്ലേ, മിനിമം ഗ്യാസ് യൂസ് ചെയ്യും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. Pure ചെക്ക് oil, കടലെണ്ണ. ചക്കിലാട്ടിയത്. ഓക്കെ ഓക്കെ. ദാറ്റ് ഈസ് ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഓക്കെ ഓക്കെ. കപ്പലണ്ടി എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല നല്ല പ്യുവർ നല്ല കപ്പലണ്ടിയുടെ മണമുണ്ട്. ചക്കിലാട്ടിയ എണ്ണയിലാണ് ചെയ്യുന്നത്. നമ്മൾ നാട്ടിൽ വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന പറയുന്ന പോലെ ഇവർക്കിത് കപ്പലണ്ടി എണ്ണ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. മസാല പൗഡർ, ഓൾ ദി സ്പൈസസ് ആർ ഹോം മെയ്ഡ്. ഓക്കെ ഓക്കെ. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം എവറിത്തിങ് അവർ വീട്ടിൽ പൊടിച്ചതാണെന്നാണ് പറയുന്നത്, നമ്മുടെ ഹോം മെയ്ഡായിട്ട്. ഇത് ശരിക്കും ഒരു നാടൻ രീതിയിൽ അവരുടെ വീട്ടിലെ കുക്കിംഗ് പോലെ തന്നെ ചെയ്യുന്നതാണ്. ഇത് നോക്കി നല്ല ഓല മേഞ്ഞ വലിയ ഷെയ്ഡ്, നല്ല ഹെഡ് സ്പേസ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ക്യാമറയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റോഡ് സൈഡ് തന്നെയാണ്. ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ലൊരു ഇത്രയും വെയിൽ പുറത്തുണ്ടെങ്കിലും ഇവിടെ നല്ല കൂളാണ്. ഫാനുണ്ട്, എന്നാലും ഈ ഓലയൊക്കെ ആയതുകൊണ്ട് ആ ഒരു ഷെയ്ഡ് കിട്ടുന്നുണ്ട്. ബ്രെയിൻ ഫ്രൈക്കുള്ള കാര്യമാണ്. ഇതാണ് ദിസ് ഇസ് ദ ബ്രെയിൻ. യെസ്. ഇത് വേവിച്ചിട്ട് വെച്ചേക്കും അല്ലേ? ഉപ്പ് മഞ്ഞപ്പൊടി വെച്ച്, മഞ്ഞപ്പൊടി, ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് മഞ്ഞപ്പൊടി. ഇത് മട്ടൺ ബ്രെയിൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അതിൽ മസാല ഐറ്റംസൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഉള്ളി, പിന്നെ പച്ചമുളക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫ്രൈഡ് ആക്കിയിട്ട് അതിനകത്തിട്ട്. ഇത് മട്ടൺ ബ്രെയിൻ ഫ്രൈ. മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, എല്ലാം ഹോം മെയ്ഡ് പൊടികൾ. ഒന്നും കടയിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് ടൈപ്പ് അല്ല, പ്യുവർ കടല എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ചക്കിലാട്ടിയത്. മല്ലിപ്പൊടി, മസാല മിക്സ്. ഓക്കെ, മിക്സ്. ഇതൊരു മിക്സ്ഡ് മസാല പൊടിയാണ്. അതിലെല്ലാം ഉണ്ട് അവരുടെ സ്പെഷ്യൽ മസാല. പെരിഞ്ചീരകപ്പൊടി. സോ
ഇവരാകെ പാക്കറ്റിൽ വാങ്ങി ഉപയോഗിക്കുന്ന ഉപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം അവരുടെ സ്വന്തം പൊടികൾ തന്നെയാണ്. ദിസ് ഈസ് യുവർ ഗരം മസാല. വാവ്, ഇറ്റ്സ് വെരി നൈസ്. നല്ല മണം, പൊടി. ഇത് ഇവരുടെ സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. നല്ല മണം. രുചിയുടെ രഹസ്യമൊക്കെ അതാണ് കേട്ടോ. നൈസ്. കറണ്ടി ഓംലെറ്റ് ഉണ്ട് അല്ലേ? കറണ്ടി ഓംലെറ്റ് സാർ. ഓക്കെ, ഔട്ട്സൈഡ്. അപ്പോൾ ഇങ്ങനെ 2 കിച്ചണിലായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പുറത്ത് ഇപ്പോൾ ഫയർവുഡിൽ വിറകടുപ്പിലാണ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം. ഗ്യാസിൻ്റെ ഷോർട്ടേജ് ആയതുകൊണ്ട് അതുകൊണ്ട് ഇച്ചിരി തിരക്ക് ഡിലേ ഒക്കെ ഉണ്ടെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിനാറിയോ. മൊത്തത്തിൽ കാണുമ്പോൾ അറിയാമല്ലോ, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ഓപ്പൺ ആണ്, നമുക്ക് വന്ന് കാണാൻ പറ്റും. ഇനി പോയിരിക്കാം. ഓക്കെ, എല്ലാ ലേഡീസാണ് കേട്ടോ. പുള്ളിക്കാരിയുടെ റിലേറ്റീവ്സും ഉണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. എന്നാ പേര്? அந்த ஆண்டி வீடியோ எடுக்கிறாங்க. சாப்பாடு சூப்பராக இருந்துச்சு சொல்லிடு. சாப்பாடு சூப்பரா? சாப்பாடு சூப்பர் சூப்பர். என்னை தொந்தரவு சாப்பாடு சூப்பர்னு சொல்லி. சாப்பாடு சூப்பர். ஆ, സൂപ്പർ 3 പേരും ഒരു ചെറിയ ഇഷ്ടം തോന്നുന്നു ഇങ്ങോട്ട് അല്ലേ? കണക്റ്റ്. ഹലോ, അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ചാപ്പാടെന്ന് പറഞ്ഞു പോകുന്ന അവർ. ഞാൻ വെയിറ്റ് ചെയ്യാണ് ഒന്നുകൂടെ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട്. ഇവർ കോവിൽപ്പട്ടിയിൽ താമസിക്കുന്നവരാണ്. തൃച്ചെന്തൂർ ടെമ്പിൾ കോവിൽ വിസിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് കഴിക്കാനാണ്. ആ, കറക്റ്റ്. ടാറ്റാ. ഓ, ഫ്ലൈയിങ് കിസ്. ഓക്കെ. ആ, ഫ്ലൈയിങ് കിസ്. വജ്രം. ഓക്കെ, ഓക്കെ. അല്ല, വജ്ര. ഓക്കെ, ഇങ്ങനെ എല്ലാ ഫിഷും കൊണ്ടുവരും. ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ദിസ് ഇസ് ഫോർ ഫ്രൈ. നമ്മൾ ഊണ് പറഞ്ഞു. യെസ്. ആ, അവിയലാ? അവിയൽ, പൊരിയൽ. എന്നാ പൊരിയൽ? മുള്ളങ്കി പൊരിയൽ. ഓക്കെ, റാഡിഷ് പൊരിയൽ. പിന്നെ വൈറ്റ് റൈസാണ്, പൊന്നേരി ചോറ്. പോതും. ഇന്ന് മിതമായി കഴിച്ചാൽ മതി, കാരണം പോകുന്ന വഴി ഇന്ന് തന്നെ വേറെ സ്ഥലത്തൊക്കെ കയറാൻ. അപ്പളം. കുഴമ്പ് എണ്ണ ഊറ്റണം. മട്ടൻ, മീൻ, നാട്ടുകോഴി കുഴമ്പ്. മീൻ കുഴമ്പ്. കുറച്ച്. ഓക്കെ, കുറച്ച് കുഴമ്പ്, ഫിഷ് കുഴമ്പ്. ഓക്കെ, അച്ചാറ്, മട്ടൻ ചുക്ക. പെപ്പർ ചിക്കൻ. ഓക്കെ, പെപ്പർ ചിക്കൻ ഉണ്ട്, മട്ടൺ ചുക്ക, ചുക്ക ഐറ്റംസ് എല്ലാം ഉണ്ട്. പ്ലസ് പെപ്പറിൻ്റെ പല പരിപാടികളുണ്ട്. ഇതിപ്പോൾ കുഴമ്പെന്ന് പറയുമ്പോൾ ഫിഷിൻ്റെ ഗ്രേവി, അല്ലെങ്കിൽ മട്ടൺ ഗ്രേവി, അല്ലെങ്കിൽ ചിക്കൻ ഗ്രേവി, ഏത് വേണമെങ്കിലും ശരി. ഞാനിപ്പോൾ ഫിഷ് ഗ്രേവിയാണ് പറഞ്ഞത്. ആ, മതി, അടിപൊളി. ഓക്കെ, സാമ്പാറുണ്ടോ? സാമ്പാറുണ്ട്, രസമുണ്ട്, കറണ്ടി ഓംലെറ്റ് ഉണ്ട്, മോരുണ്ട്, എല്ലാം. പുള്ളി പറഞ്ഞു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ പോകുന്നു. കഴിച്ചിട്ട് പോകുന്നവരൊക്കെ ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടാണ് ഓട്ടാ. പ്രമാദം, നല്ല സാപ്പാടെന്ന് പറയും. അടിപൊളി ഊണെന്നാണ് പറയുന്നത്. കുഴമ്പ് അടുത്തത് പറയാം, ഇപ്പോൾ വേണ്ട. എനിക്ക് മട്ടൺ ചുക്ക, ചിക്കൻ പെപ്പർ, ഫിഷ് ഫ്രൈ. അയ്യോ, രക്തപ്പൊരിയിൽ വേണ്ട. രക്തപ്പൊരിയിൽ വേണ്ട. ബ്രെയിനും വേണ്ട. ബ്രോയിലർ ചിക്കൻ. ഓക്കെ, നാട്ടുകോഴി. ഇത് എന്നെ സ്പെഷ്യൽ ചിക്കൻ, മട്ടൺ ഓക്കെ. ബ്രോയിലർ ചിക്കൻ്റെ സ്പെഷ്യൽ ചിക്കനാണ്. ഇനി എനിക്ക് ബ്രെയിനും രക്തപ്പൊരിയിലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതെല്ലാം ഉണ്ട് കേട്ടോ, ഇവിടെ എല്ലാ അടിപൊളി കാര്യങ്ങളും ഉണ്ട്. നമ്മൾ കണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഇനിയൊരു മട്ടൺ വരും, ചുക്ക. ഓ യെസ്, താങ്ക് യു. മട്ടൺ ചുക്ക. ഇത് ബ്രോയിലർ ചിക്കൻ കറി. ഓക്കെ. വാട്ട് ഈസ് ദാറ്റ്? കുടൽ മുട്ട ഫ്രൈ. ഓക്കെ. കുടൽ മുട്ട ഫ്രൈ ഇവരുടെ സിഗ്നേച്ചർ ഡിഷാന്ന് പറഞ്ഞു. ഇവിടെ വന്നാൽ മസ്റ്റ് ട്രൈ ആണ് കുടൽ മുട്ട ഫ്രൈ. പക്ഷെ ഞാൻ കഴിച്ചില്ലെങ്കിലും ഞാനത് ഓർഡർ ചെയ്യുന്നു. എൻ്റെ കൂടെ ആൾക്കാരുണ്ട് കഴിക്കാൻ, അതുകൊണ്ട് കുഴപ്പമില്ല, വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐറ്റംസിൻ്റെ എണ്ണം കൂടി വരുന്നു. കറണ്ടി ഓംലെറ്റ്, പിന്നെ നാട്ടുകോഴി വിത്ത് ഗ്രേവി. നാട്ടുകോഴി കറിയാണ് ഇത്. ഒരു മസാല പോലെ ചെയ്താണ്. ദിസ് ഇസ് കറി. ഇത് നാട്ടുകോഴി, ഇത് ബ്രോയിലർ കോഴി. പിന്നെ ഇത് മട്ടൺ ചുക്ക. ദിസ് ഇസ് കറണ്ടി ഓംലെറ്റ്. ഫിഷ് ഗ്രേവി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി കുറേ കാര്യങ്ങളുണ്ടല്ലോ കഴിക്കാൻ. ഇനി ഒരു ഫിഷ് ഫ്രൈയും കൂടെ വരും. എൻ്റെ അമ്മ ഇന്ന് എൻ്റെ ചോറ് കുറച്ചും കറികൾ കൂടുതലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ.
ഇതാ ഫ്രൈ വന്നു. വജ്രം, അതായത് നമ്മുടെ നെമ്മീൻ ഫ്രൈ. യെസ്, താങ്ക് യു. അപ്പം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എത്തി. ഇനി ഒരു കാര്യം, അവരുടെ സിഗ്നേച്ചർ ഡിഷും കൂടി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്. വയ്ക്കാൻ സ്ഥലമില്ലല്ലോ ദൈവം. കരുവാട് തൊക്ക്. യെസ്, കരുവാട് തൊക്ക്. എന്ത് കരുവാടാണ്? വിച്ച്? വജ്രം. ഓ, ഇത് തന്നെ നെമ്മീൻ കരുവാട് തൊക്ക്. ഓ, അത് ഉണക്കമീൻ. നെമ്മീൻ കരുവാട് തൊക്ക്. ഇതാണ് കൊടൽ മുട്ട ഫ്രൈ. ഇതും കൂടിയാണ്. ഇത് വേറെ സിഗ്നേച്ചർ ഡിഷാണ്. ഇത് നോക്കിയാൽ ഇത് നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ലാത്തതാണ് ഈ കാര്യങ്ങൾ. ദിസ് ഈസ് കരുവാട് നെമ്മീൻ്റെ ഉണക്കമീൻ തൊക്ക്. പപ്പടത്തിന് സ്ഥലമില്ലാണ്ടായി. പപ്പടത്തിനെ ഞാൻ ഔട്ട്സ്കേർട്സിലേക്ക് വിടുകയാണ്. തിരുനെൽവേലിയിലെ നമ്മ അടുപ്പാങ്കര എന്ന് പറയുന്ന കടയ്ക്കുള്ളിലാണ് ഞാനിരിക്കുന്നത്. ഇതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്, റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻ്റ് എന്ന് വെച്ചാൽ തനിനാടൻ. അപ്പോൾ നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടാണ് വലിയ സന്തോഷം. അതിൽ ഒരാൾ കേരളത്തിലാണ്, കൊട്ടാരക്കരയിൽ വർക്ക് ചെയ്യാണ്. 12 വർഷമായിട്ട് അവർക്ക് കടയുണ്ട് അവിടെ. ബൈ, താങ്ക് യു. ഓക്കെ, അവരെല്ലാം തിരിച്ച് കോവിൽപ്പട്ടിയിലേക്ക് പോവാണ്. ഭയങ്കര ഹാപ്പി. ബൈ. ഫ്ലൈയിങ് കേസ്. ഓക്കെ, ബൈ. ഫുൾ ഫാമിലി. ബൈ. അങ്ങനെ ആദ്യം നമ്മൾ കഴിച്ചോളാം. നൈസ് ഗ്രേവി. വെരി സ്പൈസി. അടിപൊളി. ഗംഭീരം. മട്ടൻ ചുക്ക ഗംഭീരം. ഉണക്കമീൻ തൊക്ക് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അടിപൊളി, സൂപ്പർ, ഗംഭീരം കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണക്കമീൻ തൊക്ക്, മട്ടൻ ചുക്കയും എല്ലാം അടിപൊളി ടേസ്റ്റാണ്. അക്ഷരാത്ത ടേസ്റ്റ്. ഇത് ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. ഞാൻ കുടൽ കഴിക്കില്ല, അതാണ് പ്രശ്നം. ഓ, ഇത്രയും നോൺ വെജ് വരുമ്പോൾ വെജിനൊരു പ്രാധാന്യം ഇല്ലാണ്ടോ. നോക്കേ, നാട്ടുകോഴി, അതിൻ്റെ ഗ്രേവി, അടിപൊളി. ഓൾ ആർ എക്സലൻറ്റ്. കറണ്ടി ഓംലെറ്റ്, എന്തൊക്കെ കഴിക്കും. മൈ ഗോഡ്. ഭക്ഷണം കണ്ട് വയറെന്നറിയാൻ പറയില്ല, അതാണ് സംഭവിക്കുന്നത്. വജ്രം ഫിഷ് നോക്കട്ടെ. നമ്മുടെ നെമ്മീനാണ്. നൈസ് മസാല. ഗംഭീര ഊണ്, ഒന്നും പറയാനില്ല, ഗംഭീരം. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ ഇത്. സാവധാനം കഴിച്ചു തരും. ഇതൊരു കസ്റ്റമർ ഫ്രണ്ട്ലി ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് കേട്ടോ. ഇത് നോക്കി, ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് ഒരു കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നൊരു കസ്റ്റമറിൻ്റെ കുഞ്ഞാണ്. അവർ കഴിക്കുന്ന സമയം. ഓക്കെ, മട്ടൻ ചുക്ക, ഒരു ഫിഷ് ഫ്രൈ, വജ്രം. என்ன சாப்பாடு வெஜ்ஜா நான்வெஜ்ஜா? இருக்கு வாங்க. ചിക്കൻ നാട്ടുകോഴി, இது வஞ்சர ஃப்ரை ஒன்று, ஒரு கருவாடு தொக்கு, ஒரு ஆம்லேட்டு, ஒரு சிக்கனு, ஒரு குடல் போட்டி எக்கு, அவ்வளோதானே. அது அவരുടെ കൂടെ എടുക്കും. அவங்களுக்கு இன்னும் ஒரு நாட்டுக்கோழி சாப்பாடு, 3 ஆம்லேட்டு, 2 மட்டன் சாப்பாடு, 1540. ഓക്കെ. ஜீரா ஸ்வீட் தானே? സ്വീറ്റ്. കപ്പലണ്ടി. വീട ഇല്ലല്ല, ഒന്ന് എത്ര? 1550 അല്ലേ? 1550. ഇത്രയും ഒരുപാട് കാര്യങ്ങൾ കഴിച്ചോട്ടോ. ആ, അടിപൊളി. റം നല്ല ഇരിക്കേ. കപ്പലണ്ടി മുട്ടായി, ഒരു കപ്പലണ്ടി മുട്ടായി. ഓ, ഇനി ഒരു വീടേയും കൂടി എടുക്കാം.
compliment. No, it's okay. No problem. No compliment, please. No, അയ്യോ വേണ്ട അത് ചെയ്യില്ല വേണ്ട ഇല്ല ഞാൻ no I always pay. No, it's okay. I don't like that. Okay, it's okay. No problem. അതൊന്നും കുഴപ്പമില്ല ഒന്നും പറയാനില്ല. പുള്ളിക്കാരി പറയണം എന്തിനാ പൈസ കൊടുത്തതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. കോംപ്ലിമെൻ്റ് ആയിട്ടാണ് കുറേ ഐറ്റം കൊണ്ടുവന്നത്. How's the food? It was excellent. Okay. Yeah, ഗംഭീരം. That makes you happy, no? Not for name shake. No. It's really. Bottom of the Yeah, from bottom of my heart only I'm saying. വെറുതെ പറയുന്നതല്ലല്ലോ എന്ന് വെച്ചാൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഓക്കെ അല്ല നോട്ട് ഫോർ ദ വീഡിയോ. ഇറ്റ്സ് റിയലി നൈസ്. ദറ്റ് ഉണക്കമീൻ token all very unique. yes. Yeah, I have not seen or tasted Yes, this. those two, kodal Mutta fry and karuvadu tokku. tokku. Your recipe. signature Yes. recipes. Okay. But Excellent. you didn't try the kodal mutta fry. Kodal mutta fry, I can't. They all tried. Bye. Nice meeting you. Okay. Bye. Yes. നെക്സ്റ്റ് ടൈം വാങ്ങ. അങ്ങനെ ഊണറിൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 1:30 മണി സമയം. ഒരു ബീഡയൊക്കെ മേടിച്ചാൽ അതും കൂടി ആകാം. കാറ് നല്ല ചുട്ടു പൊള്ളുന്ന വെയിൽ. ഓക്കെ ബീഡയും കഴിച്ചിട്ട് ഇറങ്ങി എന്ത് വെയിലറിയാം. പക്ഷെ അകത്ത് കൂളായിരുന്നേ. എന്താ വെച്ചാൽ താച്ച്ഡ് അല്ലേ, കോല മേഞ്ഞതായതുകൊണ്ട് നല്ല ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. തിരക്ക് കൂടുന്നു. 5 മണി വരെ ഉണ്ടാവും ഇത്. 12:30 to 5 o'clock. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ യാത്ര കഴിഞ്ഞിട്ടില്ല, മുന്നോട്ട് പോവാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. അതുവരെ